ശരത്ലാൽ, ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി ഹർഷ മൽഹോത്രയുടെ അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. AAP തുടർച്ചയായി കള്ളങ്ങൾ പറയുകയാണ്, AAPയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നു. അല്പം മുമ്പ് BJP അധ്യക്ഷന്റെ പ്രതികരണം കൂടി വന്നിരുന്നു, AAPയുടെ കള്ളങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതായത് ഇപ്പോൾ ശ്രീജിത്തും ലിജോയും പറഞ്ഞതുപോലെ ഹിന്ദുത്വ ലൈനിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോയിരുന്നില്ല AAP എല്ലാ ഘട്ടത്തിലും. ഹനുമാൻ ചാലിസ കാണാതെ പാടിയും സന്യാസിമാരുടെ പിറകെയൊക്കെ പോയിട്ടും ഡൽഹി തുണച്ചില്ല AAP എന്നതാണ്. എവിടെയാണ് കേജ്രിവാളിനും ആപ്പിനും പിഴച്ചത്? എന്തെല്ലാം തന്ത്രങ്ങൾ മെനയുന്നതിൽ അവർ പരാജയപ്പെട്ടു? പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഹിന്ദുത്വത്തിന്റെ ചാമ്പ്യൻ BJP തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വോട്ടിംഗ് ദിനത്തിൽ നരേന്ദ്രമോദി കുംഭമേളയിലാണ് കുംഭമേളയിൽ അല്ലെങ്കിൽ കുംഭമേളയിൽ മുങ്ങുന്ന പിക്ചേഴ്സാണ് വോട്ടിംഗ് ദിനത്തിൽ മാധ്യമങ്ങൾ മുഴുവൻ സംപ്രേഷണം ചെയ്തത്. അതേപോലെ തന്നെ ബജറ്റ് നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിയും കെജ്രിവാളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേരിട്ട് നടന്നു എന്നതാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇതിൽ കെജ്രിവാൾ പരാജയപ്പെട്ടു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഡൽഹിയിലെ വോട്ടർമാർ ചിന്തിച്ചത് ദേശീയ തലത്തിൽ അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ, ഡൽഹി ഭരിക്കാൻ കെജ്രിവാൾ ആവട്ടെ, ഈ 85% ഹിന്ദുക്കൾ ഈ രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ ആ ചിന്തയെ നരേന്ദ്രമോദി നേരിട്ട് തന്നെ മത്സരരംഗത്തിറങ്ങി, അതായത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കെജ്രിവാളിന്റെ മത്സരരംഗത്തിറങ്ങി കെജ്രിവാളിന്റെ അടി തെറ്റി എന്ന് വേണം നമുക്ക് പറയാൻ. അതുമാത്രമല്ല, നേരത്തെ ലിജോവും അല്ലെ ശ്രീജിത്തും പറഞ്ഞതുപോലെ തന്നെ ക്ലീൻ ഇമേജുമായി അല്ലെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി എത്തിയ കെജ്രിവാളിനെ അഴിമതിയുടെ ചളിക്കുണ്ടിൽ മുക്കിത്താഴ്ത്താൻ BJP കഴിഞ്ഞു. അതേപോലെ തന്നെ 5 വർഷം നടത്തിയ വാഗ്ദാനങ്ങൾ തുടർന്ന് ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ ഏറി. കാരണം ഒരു ഡോക്ടറെ വെച്ചുള്ള ക്ലിനിക്കിൽ നിന്ന് തങ്ങൾക്ക് 10 ഡോക്ടറുള്ള ക്ലിനിക്ക് വേണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് ചേരി നിവാസികളും അല്ലെങ്കിൽ പാവപ്പെട്ടവരും ഉയർന്നു. സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂട്ടുവാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതിലുപരി സർക്കാർ ജീവനക്കാർക്ക്, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ പോലും ആം ആദ്മി പാർട്ടിയിൽ വീഴ്ച പറ്റിയിരുന്നു. എല്ലാ വിഭാഗങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് BJP താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനവും പ്രചരണവുമാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ചുവട് പിഴപ്പിച്ചത്. അത്ര നന്നായ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് BJP ഡൽഹിയിൽ നടത്തിയത്. കാരണം ആദ്യം തന്നെ മാലിന്യ പ്രശ്നം, കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് നേരത്തെ കെജ്രിവാളിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യസഭ MP തന്നെ. രണ്ടാമത് യമുനയിൽ കുളിക്കാമോ അല്ലെ യമുനയിൽ മുങ്ങാമോ ഒരു തവണ എന്ന ചോദ്യവുമായി യോഗി ആദിത്യനാഥ് യമുനയുടെ പൊല്യൂഷൻ ജനങ്ങളിലേക്ക് എടുത്തിട്ടു. അതിന് മറുപടിയായി കെജ്രിവാൾ പ്രതികരിച്ച ഹരിയാന വിഷം കലർത്തുന്നു എന്നത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ആപ്പിനെ തള്ളിവിട്ടു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്ര ബജറ്റിൽ ഡൽഹിയെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. സംസ്ഥാന റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരുടെയൊക്കെ ശമ്പളത്തിൽ ഇവരിൽ 80% ആദായ നികുതി പരിധിയിൽ വന്നവരായിരുന്നു. അവരാണ് ഒരു സുപ്രഭാതത്തിൽ ആദായ നികുതി പരിധിയിൽ നിന്ന് 12,70,000 വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി പരിധിയിൽ നിന്ന് അതായത് ഒഴിവാക്കപ്പെടുന്നത്. ഇതും BJPയെ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ന്യൂഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കേന്ദ്ര ജീവനക്കാരുള്ള ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ 7,500 വോട്ടിന് അടിതെറ്റിയത് എന്ന് വേണേ നമുക്ക് പറയാൻ. പിന്നെ കോൺഗ്രസുമായിട്ട് ഒരു യോജിപ്പിനും അല്ലെങ്കിൽ ഒരു സീറ്റ് 5 സീറ്റാണ് കോൺഗ്രസ് യാചിച്ചത്. അത് നൽകാൻ കെജ്രിവാൾ തയ്യാറായില്ല. ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ കക്ഷികളെ നേതാക്കളെ വൃന്ദാ കാരാട്ടിനെ പോലും കാണുവാൻ കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ചെറിയ കക്ഷികളുടെ നേരത്തെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു, BSP അതേപോലെ തന്നെ ഇടതു പാർട്ടികൾ, ഇവരുടെ എല്ലാ ഇക്വേഷനും ഈ തവണ കെജ്രിവാളിനെതിരായി എന്ന് വേണം പറയാൻ. ഏറ്റവും ബലഹീനനായ ഒരു കെജ്രിവാൾ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാരണം അഴിമതി ആരോപണം, സ്വന്തം പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക്. 8 MLAമാരാണ് പോളിംഗ് ദിനത്തിന്റെ 4 ദിവസം മുമ്പ് അല്ലെങ്കിൽ പ്രചരണം അവസാനിക്കുന്നതിന്റെ അന്ന് കൂറുമാറിയത്. ഇത്തരമൊരു തിരിച്ചടി പാർട്ടിയിൽ കെജ്രിവാളിന് നേരിടേണ്ടി വന്നു.
സ്വന്തം വിശ്വസ്തർ കൂറുമാറി കഴിഞ്ഞു. ഈ 15 വർഷത്തിന്റെ ഇടയിൽ കെജ്രിവാളിന്റെ വിശ്വസ്തർ ഓരോന്നരായി കൊഴിഞ്ഞു പോകുന്ന പ്രശാന്ത് ഭൂഷൺ മുതൽ കൊഴിഞ്ഞു പോകുന്ന അവസാനം 8 MLA വരെ കൊഴിഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതൊന്നും മാനേജ് ചെയ്യാൻ കെജ്രിവാളിന് കഴിഞ്ഞില്ല. തന്നിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും, താൻ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു നേതാവ് തന്നെയാണ്, തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന ഒരു നിലപാടായിരുന്നു കെജ്രിവാളിന്. മാറിയിരിക്കുന്നു. AAP 25, BJP 44 എന്നിങ്ങനെയാണ്. കോൺഗ്രസ് തുടക്കം മുതലുള്ള ഒരു സീറ്റ് കോൺഗ്രസ് നിലനിർത്തുന്നുണ്ട്. ശരത്ത്, ഡൽഹിയിലെ ഈ വോട്ടർമാരിൽ 67% മധ്യവർഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് ഈ വിജയക്കൊടി എത്തുമ്പോൾ ഈ മധ്യവർഗത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് വളരെ പ്രധാനപ്പെട്ട മധ്യവർഗത്തിന് പിന്നെ ആദായ നികുതി ഇളവ് തന്നെയാണ് പ്രധാനമായും മധ്യവർഗത്തെ സ്വാധീനിച്ചത്. രണ്ടാമത്തത് ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആയുഷ്മാൻ ഭാരത്, അതായത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഡൽഹി സർക്കാർ നടപ്പിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 ലക്ഷമായിരുന്നു ഡൽഹി സർക്കാരിന്റെ. ഇവിടെ ഇടത്തരക്കാർക്കും മറ്റും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതി എന്ന് കേന്ദ്ര സർക്കാരിന്റെ, അത് ഡൽഹി നടപ്പിലാക്കാൻ കൂട്ടാക്കിയില്ല. ഈ ഡൽഹിയിൽ ഇത് തന്നെയാണ് വളരെ വലിയ രീതിയിൽ BJP പ്രകടന പത്രിക പറഞ്ഞത്. 10 ലക്ഷമാക്കും ആരോഗ്യ ഇൻഷുറൻസ് എന്ന്. 5 ലക്ഷം ആയുഷ്മാൻ ഭാരത്, 5 ലക്ഷം സംസ്ഥാന സർക്കാരിൽ നിന്നും. ഇത് ഇടത്തരക്കാരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സൗജന്യങ്ങളും തുടരുമെന്ന വാഗ്ദാനവും ഇടത്തരക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇടത്തരക്കാരിൽ നിന്ന് കെജ്രിവാൾ അകന്നു എന്നുള്ളതാണ്. ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളെ കെജ്രിവാൾ അഡ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ നോക്കിക്കണ്ടില്ല എന്ന പരാതി ഇടത്തരക്കാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ചേരി നിവാസികൾക്കും മറ്റും ആണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമാണ് കെജ്രിവാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു പ്രചരണം നേരത്തെ തന്നെ BJP തുടങ്ങി വെച്ചിരുന്നു. ഇത് ഇടത്തരക്കാരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്വാധീനം തെളിയാണ് ഇടത്തരക്കാരുടെ അല്ലെങ്കിൽ മധ്യവർഗത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം. ഏതായാലും ഈ ഇടത്തരക്കാർ ഒരു വശത്ത് ഇടത്തരക്കാരെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു, മറുവശത്താകട്ടെ ഓട്ടോറിക്ഷ വെച്ച് വലിയൊരു വിഭാഗമാണ് ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കെജ്രിവാൾ അകന്നു. കാരണം സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സുകളിൽ യാത്ര അനുവദിച്ചത് തങ്ങൾക്ക് സവാരി ലഭിക്കുന്നില്ല, തങ്ങൾക്ക് ആൾക്കാർ ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. നേരത്തെ അത് നമ്മൾ കാര്യമായി എടുത്തിരുന്നില്ല. കാരണം അത്രയും വലിയ ആനുകൂല്യങ്ങളാണ് ഓട്ടോറിക്ഷ അതേപോലെ റിക്ഷ ഡ്രൈവർമാർക്ക് കെജ്രിവാൾ നൽകിയിരുന്നത്. എന്നാൽ ഈ തലവിലൊരു വോട്ടിംഗ് നോക്കുകയാണ്. ചേരി പ്രദേശത്തെ വോട്ടിംഗ് പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു വോട്ടിംഗ് പാറ്റേൺ